നമസ്കാരം. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ കാമഭ്രാന്തന്മാരായ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് കേരളം കേൾക്കാൻ പോവുകയാണെന്ന് PV അൻവർ. സ്ത്രീകളെ വൈകൃതമായി ലൈംഗിക പീഡനം നടത്തിയതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടെന്നും PV അൻവർ പറഞ്ഞു. വൈകൃതമായ ലൈംഗിക ചൂഷണം ഉണ്ടല്ലോ, അതുപോലുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ, അല്ലാതെ സാധാ സീതാ പോലീസുകാരല്ല. ഡാൻസ് സ്റ്റാഫിന്റെ ഒട്ടുമിക്ക ആളുകൾ ഇതിലുണ്ട്. ഒട്ടുമിക്ക ആളുകളും പുറത്തുവിടില്ല. അവർ തയ്യാറായി വരട്ടെ. നിങ്ങൾ പറയണം അവരോട് തയ്യാറായി വരാൻ. ഈ പൊതുസമൂഹം അവരുടെ കൂടെ ഉണ്ട്, ഈ ഗവൺമെന്റ് ഉണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട്, CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട്. അവരെ കൂടെയാണ്. അവർ പുറത്തു വരണം. ഈ സ്വർണം മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയി മൂലക്കലാക്കി ചവിട്ടി ഇടിച്ച് നിരപ്പാക്കി. ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ആ FIR ക്ലോസ് ചെയ്യാനും റഫർ ചെയ്യാനും ഈ കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീക്കെതിരെ നടപടിയെടുക്കാനും CRPC-യിലും IPC-യിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ എടുത്ത് കേസെടുത്താൽ പോലെ. എന്താ പോലീസ് മുങ്ങിക്കളിക്കുന്നത്? അവിടെയാണ് ഇതിന്റെ വിഷയം. അതാണ് ഈ പോലീസ്. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം FIR ഇടുവില്ലേ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നിങ്ങളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് ചെറിയ വിരോധമൊക്കെ എനിക്കുണ്ടെങ്കിലും എനിക്ക് നിന്ന് നല്ല വിഷമമുണ്ട്. നിങ്ങൾ എപ്പോൾ നിൽക്കാൻ തുടങ്ങിയതാ അല്ലേ? എന്താ പോയി നിൽക്കുന്നതിന്റെ അർത്ഥം? എത്ര മണിക്കൂറായി നിൽക്കുന്നത്? ഞാൻ 11 മണിക്കൂർ, പലരും 9 മണിക്ക് എത്തിയവരുണ്ട്. 12, 13 മണിക്കൂറായി ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ പൊതുസമൂഹത്തിന്റെ ഇത്തരം സംഗതികൾ പുറത്തു തരുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ വരാനുള്ളത്. ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കരിയർമാരായി വന്ന സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളെ കാര്യം എടുക്കാനില്ല. എന്താ പറയാ, വേട്ട നായികളെ പോലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവരുടെ പിന്നാലെയാണ്. കാമഭ്രാന്തന്മാരാ, മനസ്സിലായോ? കാമഭ്രാന്തന്മാര് കേരളം കേൾക്കാൻ പോവാ. അത്രയും വൃത്തികെട്ട നെറികെട്ട നട്ടോറിയസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഇംഗ്ലീഷ് വാക്ക് പറയാനില്ല. അതിലേക്ക് പോവാണ്. നമ്മൾ പല സ്ത്രീകൾക്കും നമ്മൾ ധൈര്യം കൊടുക്കുകയാണ്. അവർക്ക് ധൈര്യം എപ്പോഴും പുറത്തേക്ക് വരാൻ ഉണ്ടാവും. ഇവിടെ ഒരു മാസം നിങ്ങൾ ഇതിന്റെ പിന്നാലെ നിൽക്ക്. ഈ ക്രിമിനലിസം അവർ അടുത്ത തലമുറ കയറി വരെ ആരായി കുറ്റം ചെയ്യുന്നത്? ഒരു സാധാ പോലീസുകാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. IPS ഉദ്യോഗസ്ഥർ, അതേ ലെവലിലുള്ള മറ്റുള്ളവര്. അപ്പൊ ഈ പുതിയ തലമുറക്ക് പോലീസിന് നൽകുന്ന മെസ്സേജ് എന്താ? അവര് കള്ളും കുടിച്ചോ, പെണ്ണും പിടിച്ചോ, വ്യഭിചരിച്ചോ, കക്കാൻ നോക്കിക്കോ, കട്ട മുതൽ കട്ടെടുത്തോ, കൊള്ള നടത്തിക്കോ, കള്ളക്കടത്ത് നടത്തിക്കോ, ഈ കേസിൽ ഈ പറയുന്ന എന്താ മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചോ, കച്ചവടം ചെയ്തോ, കേസ് ഉണ്ടാക്കിക്കോ. ഇതല്ലേ മെസ്സേജ്? എന്താണ് ഈ മയക്കുമരുന്നുമായി ഈ ജില്ലയിൽ എത്ര നിരപരാധികളാ? അപ്പൊ ആ നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ കാണാൻ നിൽക്കുക. എണ്ണിയാൽ തീരാത്ത നിരപരാധികളുണ്ട്. ഒരു വിഭാഗത്തിന് ഇവർ കച്ചവടം ചെയ്യാൻ അനുവാദം, ഓരോരുത്തരും കമ്മീഷൻ, കേസിന്റെ എണ്ണം കൂട്ടണം, അതിനുള്ള മറ്റു വഴി. ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചത്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ. എന്താ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ? ആ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു പുതിയ ബിൽഡിംഗ് കെട്ടിയുണ്ട് ഈ ചങ്ങാതി സുജിത്താസ്. സർക്കാരിന്റെ ഒരു ഓർഡറും ഇല്ല, സർക്കാരിന്റെ ഒരു ഫണ്ടും ഇല്ല, മുനിസിപ്പാലിറ്റിയുടെ ഒരു പെർമിഷനും ഇല്ല. ഒരു ബിൽഡിംഗ് കെട്ടി. എങ്ങനെ കെട്ടിയത്? ആ ബിൽഡിംഗ് കെട്ടുന്നതിന്റെ പേരിൽ കോടാനക്കോടി ഉറുപ്പിയാണ് ഈ ജില്ലയിൽ പിരിച്ചെടുത്തത്. 25,000 തൊട്ട് 10 ലക്ഷം വരെ പിരിച്ചെടുത്തത്. കോടികളിൽ നിന്ന്, മുതലാളിമാരിൽ നിന്ന് ഒരു 10, 15, 20 ലക്ഷം ചെലവാകുന്ന ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ 4-5 കോടി ഉറുപ്പിക പിരിച്ചെടുത്തിരിക്കുക. അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി? അല്ലെ, ഒരു മിനിറ്റ്, ഇവരുടെ ഡബിൾ ഗെയിം മനസ്സിലാക്കണം. അപ്പൊ എന്തായി? ഗവൺമെന്റിന് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും എന്തോ ഒരു നല്ല കേട്ടോ, 5 പൈസ മുടക്കില്ലാതെ പോലീസുകാരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം മെനക്കെട്ടുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ അത് മുഴുവൻ ഉണ്ടാക്കുകയും